ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 3ലെ ബി ക്വസ്റ്റ്യൻ മുതലാണ് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. ദ ക്ലൗൺ സോ എ ബ്ലൂ എൻജിൻ കമ്മിങ്. ക്ലൗണ് കോമാളി ഒരു ബ്ലൂ എൻജിൻ വരുന്നത് കണ്ടു. വിൽ യു പുൾ us ഓവർ ദി മൗണ്ടെയിൻ? ഞങ്ങളെ നീ മലമുകളിലേക്ക് തള്ളുമോ, പുൾ ചെയ്യുമോ എന്ന് ചോദിച്ചു. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. അവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല ടോയ്സോ നല്ല ഭക്ഷണമോ ഇല്ല. ദ ക്ലൗൺ സെഡ്. കോമാളി പറഞ്ഞു. ലിറ്റിൽ എൻജിനോട് കോമാളി ക്ലൗൺ ചോദിക്കുകയാണ്, ഞങ്ങൾ നീ മലമുകളിലേക്ക് തള്ളുമോ? അവിടെ അവർക്ക് ബോയ്സിനും ഗേൾസിനും നല്ല ഭക്ഷണമോ കളിപ്പാട്ടങ്ങളോ ഇല്ല. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ തോഡ് ഫോർ എ വൈൽ. ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് എന്നാണ്. കുറച്ച് സമയത്തേക്ക് ഈ ബ്ലൂ എൻജിൻ ഒന്ന് ചിന്തിച്ചു. തോട്ട് ചിന്തിച്ചു എന്നാണ്. റൈറ്റ് ഡൗൺ ദി തോട്ട് ഓഫ് ദി ലിറ്റിൽ ബ്ലൂ എൻജിൻ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ തോട്ട്സ്, ചിന്തകൾ എഴുതാനാണ്. 3ലെ എ ക്വസ്റ്റ്യനും ഒരു തോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ചെസ്റ്ററിൻ്റെ തോട്ട്സ് ആണ്. നമ്മൾ ഓൾറെഡി ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് തോട്ട്സ്, എങ്ങനെയാണ് നമ്മൾ തോട്ട്സ് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബ്ലൂ എൻജിൻ്റെ തോട്ട്സ് ആണ് എഴുതേണ്ടത്. നിങ്ങൾക്കറിയാം, ഈ ഒരു പാഠഭാഗത്ത് ഈ ഒരു എൻജിൻ ഇവിടെ സ്റ്റെക്കായി കിടക്കുകയാണ്, കേടായി കിടക്കുകയാണ്. സോ ഒരുപാട് എൻജിൻസ്, ബ്രൗൺ എൻജിനൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ഇവരെ സഹായിക്കുന്നില്ല. അങ്ങനെ ഫൈനലി ഏറ്റവും ലാസ്റ്റ് വന്ന ആളാണ് ഈ ഒരു ചെറിയൊരു ബ്ലൂ എൻജിന്. അങ്ങനെ ഈ ഒരു ബ്ലൂ എൻജിനോട് ഹെൽപ്പ് ചോദിച്ചപ്പോൾ ബ്ലൂ എൻജിന് കുറച്ച് നിമിഷത്തേക്കൊന്ന് ചിന്തിച്ചെങ്കിലും എന്താണ് ചാപ്റ്ററിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഈ ബ്ലൂ എൻജിന് സഹായിച്ചിട്ടുണ്ട്, ഇവരെ മലമുകളിലേക്ക് തള്ളി എത്തിച്ചിട്ടുണ്ട്. സോ ഇവർ ക്ലൗൺ ഇങ്ങനെ ഈ ഒരു സഹായം ആവശ്യപ്പെട്ടപ്പോൾ ബ്ലൂ എൻജിൻ കുറച്ച് നിമിഷത്തേക്ക് ചിന്തിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഉണ്ടാകുന്ന ബ്ലൂ എൻജിൻ്റെ ചിന്തകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ചിന്തകൾ എഴുതുമ്പോൾ നിങ്ങൾ ബ്ലൂ എൻജിൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് എങ്ങനെയൊക്കെയാണ് ബ്ലൂ എൻജിൻ ചിന്തിച്ചിട്ടുണ്ടാവുക? ഞാൻ ചെറിയൊരു ബ്ലൂ എൻജിനാണ്, ചെറിയൊരു എൻജിനാണ്, എനിക്ക് ഇവരെ സഹായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ അത്ര വലുതല്ല, എനിക്ക് അത്ര പവേഴ്സ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല, പക്ഷേങ്കിൽ ഇവരെന്നോടൊന്ന് സഹായം ചോദിച്ചല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചേക്കാം, എന്നാലാവുന്നതൊന്ന് ശ്രമിച്ച് നോക്കാം, എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഒരു ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാം എന്നൊക്കെയാണ് ബ്ലൂ എൻജിൻ ചിന്തിച്ചിട്ടുണ്ടാവുക. സോ നിങ്ങൾ ബ്ലൂ എൻജിൻ ആണെന്ന് കരുതി എനിക്ക് പറ്റുമോ, ഞാൻ ചെറുതല്ലേ, ഞാൻ വലുതല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. സോ നമുക്കിവിടെ എഴുതാം, ഐ ആം എ ലിറ്റിൽ എൻജിൻ. ഞാൻ ചെറിയൊരു എൻജിനാണ്. ഐ ആം നോട്ട് വെരി ബിഗ് ആൻഡ് ഹാവ് നെവർ പുൾഡ് എ ട്രെയിൻ ഓവർ ദി മൗണ്ടെയിൻ. ഞാൻ അത്ര വലുതൊന്നുമല്ല, അത് മാത്രമല്ല ഞാൻ ഇതുവരെ ഇത്ര വലിയൊരു ട്രെയിനെ മലമുകളിലേക്ക് തള്ളി കയറ്റിയിട്ടുമില്ല. ക്യാൻ ഐ റിയലി ഡു ഇറ്റ്? എനിക്ക് ശരിക്കും ഇത് ചെയ്യാൻ കഴിയുമോ? ദ ഡോൾസ് ആൻഡ് ടോയ്സ് ആർ ക്രൈയിങ്. പാവകളും ടോയ്സൊക്കെ കരയുകയാണ്. ആൻഡ് ഐ ഫീൽ സോറി ഫോർ ദം. എനിക്ക് അവരോട് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. ഐ വാണ്ട് ടു ഹെൽപ്പ് ദം. എനിക്ക് അവരെ സഹായിക്കണമെന്നുണ്ട്. കാരണം എന്താണ്, ഈ ഒരു ബ്ലൂ എൻജിന് തള്ളിക്കൊടുത്തിട്ട് ഈ ട്രെയിന് മലമുകളിൽ എത്തിയാലേ അവിടെ ുള്ള ബോയ്സിനും ഗേൾസിനും കളിപ്പാട്ടങ്ങളും ഭക്ഷണം ഒക്കെ കിട്ടുള്ളൂ. അതൊക്കെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കഥ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ. സോ ബാക്കി, ഐ ആം തിങ്കിങ് അബൌട്ട് ദി ബോയ്സ് ആൻഡ് ഗേൾസ് വെയിറ്റിംഗ് ഫോർ ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ്. ഞാൻ ചിന്തിക്കുന്നത് മലമുകളിലുള്ള ബോയ്സിനെയും ഗേൾസിനെയും കുറിച്ചിട്ടാണ്. അവർ ഈ ടോയ്സിനും നല്ല ഭക്ഷണത്തിനും വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ദേ വിൽ ബി വെരി സാഡ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ദം. അവർക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ വളരെയധികം വിഷമിക്കും. ഐ മസ്റ്റ് ട്രൈ മൈ ബെസ്റ്റ് ടു ഹെൽപ്പ് ദം. എനിക്ക് അവരെ സഹായിക്കാൻ എനിക്ക് കഴിയുന്ന ഏറ്റവും നല്ലത് തന്നെ ചെയ്യണം. ഐ മേ ബി സ്മോൾ. ഞാൻ ചെറുതാണ്. ബട്ട് ഐ വിൽ നോട്ട് ഗീവ് അപ്പ്. പക്ഷെ ഞാൻ എൻ്റെ പരിശ്രമം കൈവിടില്ല. ഐ തിങ്ക് ഐ ക്യാൻ പുൾ ദി ട്രെയിൻ ഓവർ ദി മൗണ്ടെയിൻ. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് ഈ ഒരു മലമുകളിലേക്ക് ഈ ഒരു ട്രെയിനെ തള്ളിക്കയറ്റാൻ കഴിയുമെന്നാണ്. ഐ തിങ്ക് ഐ ക്യാൻ. എനിക്ക് പറ്റും.
ഓക്കെ, ഇത്രയാണ് നമ്മൾ തോട്ട്സ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു ലാസ്റ്റിലുള്ള ലൈനൊക്കെ ഐ തിങ്ക് ഐ ക്യാൻ ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരുപാട് ഈ ഒരു ലിറ്റിൽ എഞ്ചിൻ്റെ ഡയലോഗ് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പറ്റും എന്നാണെന്നൊക്കെ ഈ ഒരു ഈ ഒരു ചെറിയൊരു എഞ്ചിനാണെങ്കിലും നമ്മൾക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്കതിന് പറ്റും, നമ്മൾ പരിശ്രമിച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഈ ഒരു പാഠത്തിൻ്റെ മെസ്സേജും വരുന്നത്. സോ നമ്മളിവിടെ തോട്ട്സ് എഴുതാനായിരുന്നു ചോദ്യം. തോട്ട്സ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് ആൻസർ വായിച്ചു നോക്കുക, റിപ്പീറ്റാക്കി. ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ എഞ്ചിൻ്റെ തോട്ട്സ് അല്ല വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ തോട്ട്സ് ചോദിക്കാം. സോ എങ്ങനെയാണ് നമ്മളൊരു തോട്ട്സ് എഴുതേണ്ടത് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കുക. അടുത്തതൊരു റിഡിലാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ. ദ ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദി ട്രാക്സ്. ഈ ട്രാക്കിലൂടെ ഈ ഒരു ചെറിയൊരു ട്രെയിൻ ഇങ്ങനെ ഓടി നടന്നു. ഹർ കാർഡ് വേർഡ് ഫുൾ ഓഫ് ടോയ്സ് ആൻഡ് ഡോൾസ്. അവൻ്റെ ബേക്കിൽ എന്താണ്, നിറയെ ടോയ്സും ഡോൾസ് ഒക്കെയാണ്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദം? അവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു റിഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ക്ലൂസ് അവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം എക്രോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നേരെയാണ് കേട്ടോ, താഴേക്കല്ല, അല്ലാതെ വീതിയിൽ. അവിടെ പറയാണ് 1 നമ്പർ ഇട്ടതിൻ്റെ നേരെ ഐ ലവ് ഹണി ഐ സ്ലീപ്പ് ഇൻ കേവ്സ്. എനിക്ക് തേൻ ഇഷ്ടമാണ്, ഞാൻ ഗുഹകളിൽ താമസിക്കുന്നു. നിങ്ങൾക്ക് എവിടെയാണ് 1 എന്നുള്ള നമ്പർ നോക്കിക്കേ. 1 നമ്പർ ഇട്ടെടുത്ത് ഫസ്റ്റ് ലെറ്റർ ബി എന്നും ലാസ്റ്റ് ലെറ്റർ ആർ എന്നും നൽകിയിട്ടുണ്ട്. സോ തേനിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഗുഹയിലാണ് താമസിക്കുന്നത്. ആരാണ്? ബിയർ ആണ്. നിങ്ങൾ അവിടെ ഈ എ എന്നും കൂടി ചേർക്കണം. അടുത്തത് 4 എന്നുള്ള നമ്പറിൽ എടുത്ത് നോക്കുക. ഐ ആം ദി ലാർജസ്റ്റ് എനിമൽ ഓൺ ദി ലാൻഡ് ഐ ഹാവ് എ ട്രങ്ക്. എന്താണ്, ഏറ്റവും വലിയ എനിമലാണ്, എനിക്കൊരു ട്രങ്ക് ഉണ്ടെന്നാണ്. അവിടെ 4 നിങ്ങൾക്ക് ഇ എന്ന് കാണാം. ഏറ്റവും ലാസ്റ്റ് ലെറ്റർ ടി ആണ്. ആൻസർ എലിഫൻ്റ് ആണ്. നേരെ ഉള്ളത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ താഴേക്കുള്ളതാണ്. 2 എന്ന നമ്പറിൻ്റെ നേരെ നോക്കി. ഐ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ ആൻഡ് കെയറി പീപ്പിൾ. എനിക്ക് വെള്ളത്തിലൂടെ ഒഴുകാനും ആളുകളെ അതിൽ കയറ്റാനും പറ്റും. എന്താണ്, ബോട്ടാണ് വരുന്നത്. 2ൻ്റെ അവിടെ ബോട്ട് എന്നാണ്. ബിയും ടിയും അവിടെ നൽകിയിട്ടുണ്ട്. OA ആണ് നിങ്ങൾ ചേർക്കേണ്ടത്. അടുത്തത് 3. ഐ ആം ടോൾ ഹാവ് എ ലോങ് നെക്ക് ആൻഡ് ഈറ്റ് ലീവ്സ്. ഞാൻ നീളമുള്ളതാണ്, എനിക്ക് ലോങ് നെക്ക് ഉണ്ട്, ഞാൻ ഇലകൾ കഴിക്കും. 3ൻ്റെ അവിടെ ജി എന്ന് നൽകിയിട്ടുണ്ട്. ലാസ്റ്റ് ലെറ്റർ ഇ ആണ്. ജിറാഫ് ആണ് ആൻസർ വരുന്നത്. ഇനി 5ാമത്തത് ഐ ആം ഫണ്ണി ഐ മേക്ക് പീപ്പിൾ ലാഫ് ഇൻ സർക്കസ്. ഞാൻ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ആളാണ്, സർക്കസിലുള്ള ആളുകളെ ഞാൻ ചിരിപ്പിക്കും. ആരാണ്? കോമാളിയാണ്, ക്ലൗൺ ആണ് 5 വരുന്നത്. നിങ്ങൾക്ക് ഇതേ സെയിം ക്വസ്റ്റ്യൻ വരില്ല, പക്ഷെ എങ്ങനെയാണ് ഒരു ഇതുപോലുള്ള റെഡിൽ തന്നാൽ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക, ഫില്ലാക്കുക എന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ ഇതേപോലെ വരാം. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കോൺവെർസേഷൻ. എന്താണ്? സംഭാഷണം. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദി ഫോളോയിങ്. 5ൽ A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഉണ്ട്. അതിലേതെങ്കിലും ഒന്നിനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം 5ലെ A ക്വസ്റ്റ്യൻ നോക്കാം. ചെസ്റ്റർ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദി സ്കൂൾ ഗേറ്റ്. ചെസ്റ്ററിനെ ഓർമ്മയില്ലേ നമ്മുടെ പാഠത്തിലെ കിസ്സിങ് ഹാൻഡ് എന്ന പാഠഭാഗത്തിലെ? ചെസ്റ്റർ സ്കൂൾ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഇത് ഇവൻ്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. ഹി വാസ് വെറീഡ്. അവൻ കുറച്ച് വെറിയാണ്, കുറച്ച് ടെൻഷനാണ്. സഡൻലി, പെട്ടെന്ന്, ഹി മെറ്റ് എ ചൈൽഡ് നെയിംഡ് റിലേ. അവൻ റിലേ എന്ന പേരുള്ള ഒരാളെ പരിചയപ്പെട്ടു. ഹി ടു ലുക്ക്ഡ് സാഡ്. അവനെ കാണാനും എങ്ങനെയാണ്? അവനും വിഷമിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. സാഡാണ്, വിഷമിച്ചിട്ടാണ്. ചെസ്റ്റർ ഷെയർഡ് ദി സീക്രട്ട് ഓഫ് കിസ്സിങ് ഹാൻഡ് ടു കംഫേർട്ട് റിലേ. അങ്ങനെ റിലേനെ സമാധാനിപ്പിക്കാനായിട്ട് ചെസ്റ്റർ ഈ ഒരു കിസ്സിങ് ഹാൻഡിൻ്റെ രഹസ്യം ആർക്ക് പറഞ്ഞു കൊടുത്തു? റിലേക്ക് പറഞ്ഞു കൊടുത്തു. റൈറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ ആൻഡ് റിലേ. ഈ സമയത്ത് ഉണ്ടാവുന്ന ചെസ്റ്ററും റിലേയും തമ്മിലുള്ള സംഭാഷണമാണ് നിങ്ങൾ എഴുതേണ്ടത്. റൈറ്റ് അറ്റ്ലീസ്റ്റ് 4 എക്സ്ചേഞ്ചസ്. ഏറ്റവും ചുരുങ്ങിയത് 4 സംഭാഷണം, അതായത് റിലേ പറയുന്ന 4 എണ്ണം ഉണ്ടാവണം, ചെസ്റ്റർ പറയുന്ന 4 എണ്ണം, അങ്ങനെ ചുരുങ്ങിയത് 4 എക്സ്ചേഞ്ചസ് എങ്കിലും ഉണ്ടാവണം എന്നവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കോൺവെർസേഷൻ്റെ സ്റ്റാർട്ടിങ് നൽകിയിട്ടുണ്ട്. ചെസ്റ്റർ ആണ്. ഹലോ, ഐ ആം ചെസ്റ്റർ. ഹലോ, ഞാൻ ചെസ്റ്റർ ആണ്. ഇതിന് മറുപടി ആയിട്ടാണ് നിങ്ങളിനി എഴുതേണ്ടത് റിലേ. മറുപടി ആയിട്ട് റിലേ പറയാണ്, ഹലോ, ഐ ആം റിലേ. ചെസ്റ്റർ, വൈ ആർ യു ലുക്കിംഗ് സോ വെറീഡ്?
നമ്മൾ റിലേ കുറച്ച് വിഷമിച്ചിട്ടാണുള്ളത്, കുറച്ച് വെറി ആയിട്ടാണ് ഉള്ളതെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിട്ടുണ്ട്. സോ ജസ്റ്റ് ചോദിക്കുകയാണ്, നീ എന്താണ് ഇത്ര ടെൻഷനായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, വെറി ആയിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. വൈ ആർ യു ലുക്കിംഗ് സോ വെറീഡ്? റിലേ പറയാണ്, ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഇത് എൻ്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. ഐ മിസ് മൈ ഹോം ആൻഡ് മൈ മദർ. ഞാൻ എൻ്റെ വീടിനെയും അമ്മയെയും മിസ് ചെയ്യുന്നു. ചെസ്റ്റർ, ഡോണ്ട് വെറി, വിഷമിക്കേണ്ട റിലേ. ഐ വാസ് ആൾസോ സ്കെയേർഡ് ആൻഡ് നെർവസ് ഓൺ മൈ ഫസ്റ്റ് ഡേ. ഞാനും എൻ്റെ ആദ്യത്തെ ദിവസത്തിൽ കുറച്ച് പേടിച്ചിട്ടും കുറച്ച് ടെൻഷനായിട്ടൊക്കെയാണുള്ളത്. ബട്ട് നൗ ഐ ഫീൽ റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി. പക്ഷേ ഞാൻ ഇപ്പോൾ ഇങ്ങനെ റിലാക്സ് ആയിട്ട് കുറച്ച് ഹാപ്പി ആയിട്ടാണുള്ളത്. എനിക്കിപ്പോൾ കുറച്ച് സമാധാനം ഉണ്ട് എന്ന്. ആദ്യമൊക്കെ എന്താണ്, എൻ്റെ ഫസ്റ്റ് ഡേയിൽ എനിക്കൊരു പേടിയും ടെൻഷനൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. റിലേ, റിയലി, ശരിക്കും? ഹൗ ഡിഡ് യു ഫീൽ ബെറ്റർ? നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സുഖം തോന്നിയത്, ഇങ്ങനെ ബെറ്റർ ആയിട്ട് തോന്നിയത് എങ്ങനെയാണ്? ചെസ്റ്റർ, മൈ മദർ ടോൾഡ് മീ എ വണ്ടർഫുൾ സീക്രട്ട് കാൾഡ് ദി കിസ്സിങ് ഹാൻഡ്. എൻ്റെ അമ്മ എന്നോട് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സീക്രട്ട്, കിസ്സിങ് ഹാൻഡിനെ കുറിച്ച് ഒരു സീക്രട്ട് പറഞ്ഞു തന്നു. റിലേ, ദ കിസ്സിങ് ഹാൻഡ്? കിസ്സിങ് ഹാൻഡോ? വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? ചെസ്റ്റർ, ഷീ കിസ്ഡ് ദി സെൻറ്റർ ഓഫ് മൈ ഹാൻഡ്. എൻ്റെ അമ്മ എന്താണ് എൻ്റെ കൈയിൻ്റെ നടുവിൽ കിസ് ചെയ്തു. ഷീ ടോൾഡ് മീ ടു പ്രസ് മൈ ഹാൻഡ് ടു മൈ ചീക്ക് വെനെവർ ഐ മിസ് ഹെർ. അമ്മ എന്നോട് പറഞ്ഞു, എപ്പോഴൊക്കെയാണോ എനിക്ക് അമ്മയെ മിസ് ചെയ്യുന്നത് അപ്പോഴൊക്കെ എൻ്റെ കൈ എൻ്റെ ചീക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് പ്രസ് ചെയ്യാൻ പറഞ്ഞു. റിലേ, ഓ ദാറ്റ്സ് വണ്ടർഫുൾ. അത് മനോഹരമായിട്ടുണ്ട്. ക്യാൻ ഐ ഡു ഇറ്റ് ടു? എനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെസ്റ്റർ, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ഇറ്റ് വിൽ റിമൈൻഡ് യു ഓഫ് യുവർ മദേഴ്സ് ലവ്. അത് നിന്റെ അമ്മയുടെ സ്നേഹം ഓർമ്മിപ്പിക്കും. റിലേ, താങ്ക് യു, നന്ദി ചെസ്റ്റർ, ഫോർ ടെല്ലിങ് മീ അബൌട്ട് ദിസ് വണ്ടർഫുൾ സീക്രട്ട്. ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു സീക്രട്ട് എനിക്ക് പറഞ്ഞത് തന്നതിൽ താങ്ക് യു. ചെസ്റ്റർ, കമോൺ റിലേ, ലെറ്റ്സ് ഗോ ടു സ്കൂൾ ടുഗദർ. വരൂ റിലേ, നമുക്ക് ഒരുമിച്ച് സ്കൂളിലേക്ക് പോകാം. റിലേ, യെസ്, ലെറ്റ്സ് ഗോ ടുഗദർ. അതെ, നമുക്ക് ഒരുമിച്ച് പോകാം. ഇത്രയുമാണ് നമ്മൾ സംഭാഷണം എഴുതിയിട്ടുള്ളത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് ഈ സീക്രട്ട് കിസ്സിങ് ഹാൻഡിനെ കുറിച്ച് പറയണമെന്നായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നല്ലൊരു തുടക്കവും ഒരു അവസാനവും നിങ്ങളുടെ സംഭാഷണത്തിന് ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ നിങ്ങളൊരു ഹലോയിൽ തുടങ്ങുക. തീർക്കും ഒരു ബായ്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം, അല്ലെങ്കിൽ വാ, ഓക്കെ, താങ്ക് യു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു അവസാനവും നിങ്ങളുടെ കോൺവെർസേഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം. ഇനി നമുക്ക് 5-ൽ ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, നമുക്കത് നോക്കാം. അറ്റ് ലാസ്റ്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുൾഡ് ദ ലിറ്റിൽ ട്രെയിൻ ടു ദി ടോപ്പ് ഓഫ് മൗണ്ടെയിൻ. അങ്ങനെ ഏറ്റവും അവസാനം ഈ ചെറിയ ബ്ലൂ എൻജിന് നമ്മുടെ ചെറിയ ട്രെയിനിനെ മലമുകളിലേക്ക് തള്ളി എത്തിച്ചു. ദ ഡോൾസ് ആൻഡ് അനിമൽസ് ക്രൈഡ് ഔട്ട് ഓഫ് ജോയ്. അങ്ങനെ ഈ ട്രെയിനിലുണ്ടായിരുന്ന ഡോൾസും അനിമൽസും സന്തോഷം കൊണ്ട് കരഞ്ഞു. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. നീ നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഐ നെവർ തോട്ട് യു കുഡ് ഡു ഇറ്റ്. നിനക്കിത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ദ ലിറ്റിൽ ട്രെയിൻ കൺഗ്രാറ്റുലേറ്റഡ് ദി ലിറ്റിൽ ബ്ലൂ എൻജിൻ. ഈ ചെറിയ ട്രെയിന് നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിനെ അഭിനന്ദിച്ചു. റൈറ്റ് ഡൗൺ ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ലിറ്റിൽ ബ്ലൂ എൻജിൻ. ഈ സമയത്തുണ്ടാവുന്ന ലിറ്റിൽ എൻജിനും ലിറ്റിൽ ബ്ലൂ ട്രെയിനും തമ്മിലുള്ള സംഭാഷണമാണ് നിങ്ങൾ എഴുതി തയ്യാറാക്കേണ്ടത്. റൈറ്റ് അറ്റ്ലീസ്റ്റ് 4 എക്സ്ചേഞ്ചസ്. ചുരുങ്ങിയത് 4 എക്സ്ചേഞ്ചസ് എഴുതണം. സോ എപ്പോഴും ഉണ്ടാകുന്ന കോൺവെർസേഷൻ ആണെന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. ലിറ്റിൽ ബ്ലൂ എൻജിന് നമ്മുടെ ട്രെയിനിനെ മലമുകളിലേക്ക് തള്ളി കയറ്റി എത്തിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ട്രെയിൻ ബ്ലൂ എൻജിനെ അഭിനന്ദിച്ചു. നീ നല്ലൊരു കാര്യമാണ് ചെയ്തത്, നിനക്ക് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഈ സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു സംഭാഷണമാണ് നിങ്ങൾ എഴുതേണ്ടത്. തുടക്കം അവിടെ നൽകിയിട്ടുണ്ട്. ലിറ്റിൽ ട്രെയിനാണ് ആദ്യം പറയുന്നത്. ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ, യു ആർ ഗ്രേറ്റ്. ലിറ്റിൽ ബ്ലൂ എൻജിനെ, നീ നല്ലൊരു ആളാണ്. ഇതിൻ്റെ ബാലൻസ് നിങ്ങൾ എഴുതണം. നിങ്ങൾ എഴുതുമ്പോൾ നമ്മളിവിടെ കഥയുമായിട്ട് തീർച്ചയായിട്ടും ബന്ധം ഉണ്ടാവണം. ഇവിടെ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? പിന്നെ ലിറ്റിൽ ബ്ലൂ എൻജിനോട് നിനക്കിത് ചെയ്യാൻ കഴിഞ്ഞോ, നിനക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയും, താങ്ക് യു, ഞാനും എനിക്ക് സാധിക്കുമെന്ന് കരുതിയില്ല, ഇങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാനും വളരെയധികം സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കോൺവെർസേഷൻ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. നമുക്ക് ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ മറുപടിയാണ് എഴുതാനുള്ളത്.
താങ്ക് യു. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഐ കുഡ് നോട്ട് പുൾ ദ ട്രെയിൻ ഓവർ ദി മൗണ്ടെയിൻ. ആദ്യം ഞാൻ കരുതിയത് എനിക്ക് ഈ ഒരു ട്രെയിനിനെ മൗണ്ടെയിൻ്റെ മുകളിലേക്ക് തള്ളി കയറ്റാൻ കഴിയില്ല എന്നാണ്. ബിക്കോസ് ഐ ഹാഡ് നെവർ ഡൺ ഇറ്റ് ബിഫോർ. കാരണം ഞാൻ ഇതിന് മുൻപേ ആയിട്ട് ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. അടുത്ത ലിറ്റിൽ ട്രെയിൻ പറയാണ്, ബട്ട് യു ഡിഡ് നോട്ട് ഗീവ് അപ്പ് വെൻ ദ ട്രെയിൻ വാസ് ഡിഫിക്കൽട്ട് ടു പുൾ. പക്ഷേ ഈ ഒരു ട്രെയിനെ തള്ളാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയപ്പോഴും നീ അത് വിട്ടില്ലല്ലോ, നീ ഗിവ് അപ്പ് ചെയ്തില്ലല്ലോ എന്ന്. ലിറ്റിൽ ബ്ലൂ എൻജിൻ, യെസ് അതെ, ഐ ഡിസൈഡഡ് ടു ട്രൈ മൈ ബെസ്റ്റ്. എനിക്ക് എന്നാലാവുന്ന ഏറ്റവും നല്ലത് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. കെപ്റ്റ് ടെല്ലിങ് മൈസെൽഫ് ഐ തിങ്ക് ഐ ക്യാൻ. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഐ തിങ്ക് ഐ ക്യാൻ, എനിക്ക് കഴിയുമെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അടുത്തത് ലിറ്റിൽ ട്രെയിൻ ആണ്. യുവർ കറേജ് ആൻഡ് ഹാർഡ് വർക്ക് ഹെൽപ്ഡ് അസ് റീച്ച് ദി ടോപ്പ് ഓഫ് ദി മൗണ്ടെയിൻ. നിങ്ങളുടെ കഠിനാധ്വാനവും ധൈര്യവുമാണ് ഞങ്ങളെ മലമുകളിലെ എത്തിക്കാൻ സഹായിച്ചത്. ലിറ്റിൽ ബ്ലൂ എൻഡ്, ഐ വാസ് വെരി ടയേർഡ്. ഞാൻ വെരി ടയേർഡാണ്, നല്ല ക്ഷീണിതനാണ്. ബട്ട് ഐ ഫെൽറ്റ് പ്രൗഡ്. പക്ഷെ എനിക്ക് അഭിമാനം തോന്നുന്നു. വെൻ ഐ സോ ദി ഡോൾസ് ആൻഡ് ടോയ്സ് സ്മൈലിംഗ് എഗെയിൻ. ഈ പാവുകളും ഡോൾസും ഒക്കെ വീണ്ടും ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. ലിറ്റിൽ ട്രെയിൻ പറയാണ്, ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി വെരി ഹാപ്പി ടു സീ ദെയർ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ്. ബോയ്സും ഗേൾസും അവരുടെ ഈ ടോയ്സും നല്ല ഭക്ഷണമൊക്കെ കാണുമ്പോൾ വളരെയധികം ഹാപ്പി ആവും. ലിറ്റിൽ ബ്ലൂ എൻജിൻ, യെസ് അതെ, ഐ എം ഹാപ്പി ദാറ്റ് ഐ കുഡ് ഹെൽപ്പ് ദം. എനിക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദിസ് ജേർണി തോട്ട് മീ ദാറ്റ് വി ക്യാൻ ഡു ഡിഫിക്കൽട്ട് തിങ്സ് ഇഫ് വി ബിലീവ് ഇൻ അവർ സെൽഫ്. ഈ യാത്ര എന്നെ പഠിപ്പിച്ചത് നമുക്ക് നമ്മിൽ വിശ്വാസമുണ്ടെങ്കിൽ ഏത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യവും എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ്. സോ ഇത്രയുമാണ് നമ്മൾ ലിറ്റിൽ ട്രെയിനും ബ്ലൂ എൻജിനും തമ്മിലുള്ള സംഭാഷണം എഴുതിയിട്ടുള്ളത്. അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. പിക്ചർ സ്റ്റോറിയാണ്. ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഗിവൺ ബിലോ. കഥയിലെ കുറച്ച് ചിത്രങ്ങൾ താഴെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഡെവലപ്പ് ദി ഇവൻറ്റ്സ് ഇൻ ടു എ സ്റ്റോറി. ഈ ചിത്രങ്ങൾ വെച്ചിട്ട് ഒരു കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഫസ്റ്റ് പിക്ചറിൽ എന്താണ്, ഒരു ഡോഗ് ഒരു കോഴിയുടെ പിന്നാലെ ഓടുന്നത് കാണാം അല്ലേ. ഡോഗ് ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ, ഐ വിൽ ക്യാച്ച് യു നൗ. നിന്നെ ഞാൻ ഇപ്പോൾ പിടിക്കും. സെക്കൻഡ് പിക്ചറിൽ ഡോഗിൻ്റെ വായിലാണ് നമ്മുടെ ഹെന്നുള്ളത്. ഓൾറെഡി നമ്മുടെ ഡോഗ് ഈ ഹെന്നിനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത തേർഡ് പിക്ചറിൽ അവിടെ ഡോഗ് ഒരു വലിയൊരു കുയിൽ വീണ് കിടക്കുന്നത് കാണാം. ഡോഗ് പറയുന്ന അവിടെ, ഊപ്സ് ഐ ഫെൽ ഇൻ ടു എ ഹോൾ. ഞാൻ വലിയൊരു ബിഗ് ഹോൾ, വലിയൊരു കുയിലേക്ക് വീണു. അടുത്ത നാലാമത്തതിൽ അവിടെ ഡോഗിൽ നിന്നും ഹെന്ന് രക്ഷപ്പെട്ടത് കാണാം. ഹെന്ന് പറയാണ്, ഓ ഗോഡ് സേഫ്, ഞാൻ സേഫാണ്, സുരക്ഷിതമാണ് എന്ന് പറയുന്നുണ്ട്. ഇത്രയും ചിത്രങ്ങളും ഈ ഡയലോഗ്സും വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ ഒരു സ്റ്റോറി തയ്യാറാക്കേണ്ടത്. ഈ പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു സ്റ്റോറി എന്താണെന്ന് പിടികിട്ടിയല്ലോ. ഒരു ഹെന്നിനെ ഡോഗ് പിന്നാലെ ചേസ് ചെയ്യുന്നു, പിടിക്കുന്നു. ആ സമയത്ത് എന്താണ്, ഈ ഡോഗ് ഒരു കുയിലേക്ക് വീഴുന്നു. അങ്ങനെ വീണ സമയത്ത് ഈ ഒരു ഡോഗിൽ നിന്നും ഹെന്ന് രക്ഷപ്പെടുന്നു. ഇത്രയുമാണ് കഥ. സോ ഇതാണ് നിങ്ങൾ അവിടെ സെൻറ്റൻസ് ആയിട്ട് ഒരു കഥ രൂപത്തിൽ എഴുതേണ്ടത്. ഈ ഒരു സ്റ്റോറിയുടെ ടൈറ്റിൽ തലക്കെട്ട് കൊടുത്തത് ദ ഫോക്സ് ആൻഡ് ഹെൻ എന്നാണ്, കുറുക്കനും കോഴിയും. വൺ ഡേ എ ഫോക്സ് സോ എ ഹെൻ ഇൻ ദ ഫീൽഡ്. ഒരു ദിവസം ഒരു ഫോക്സ്, ഞാനിവിടെ കഥയിൽ ഫോക്സ് എന്നാണ് പറഞ്ഞപ്പോൾ ഡോഗ് നായി പോയിട്ടുണ്ട്, എഴുതിയപ്പോൾ ഫോക്സ് എന്നാണ് എഴുതിയത്. വൺ ഡേ എ ഫോക്സ് സോ എ ഹെൻ ഇൻ ദി ഫീൽഡ്. ഒരു ദിവസം ഒരു ഫോക്സ് ഹെന്നിനെ കണ്ടു. ഹി വാണ്ടഡ് ടു ക്യാച്ച് ദി ഹെൻ സോ ഹി റാൻ ആഫ്റ്റർ ഹെർ ആൻഡ് സെഡ് ഐ വിൽ ക്യാച്ച് യു നൗ. ഈ ഒരു ഫോക്സിന് ഈ ഒരു ഹെന്നിനെ പിടിക്കണം. അതുകൊണ്ട് ഈ ഒരു ഹെന്നിൻ്റെ പിന്നാലെ ഫോക്സ് ഓടിക്കൊണ്ട് പറഞ്ഞു, ഐ വിൽ ക്യാച്ച് യു നൗ, ഞാൻ നിന്നെ ഇപ്പോൾ പിടിക്കും. ആഫ്റ്റർ ചേസിങ് ഹെർ ഫോർ എ വൈൽ, കുറച്ച് സമയത്തേക്ക് അതിൻ്റെ പിന്നാലെ ഓടിയതിന് ശേഷം ദ ഫോക്സ് ഫൈനലി കോട്ട് ദ ഹെൻ ആൻഡ് ഹെൽഡ് ഹെർ ടൈറ്റ്ലി. ഫോക്സിന് അങ്ങനെ ഹെന്നിനെ കിട്ടി. അങ്ങനെ ഫോക്സ് ഹെന്നിനെ നല്ല ടൈറ്റായിട്ട് മുറുകെ പിടിച്ചു.
ഫോക്സ് സ്റ്റാർട്ടഡ് ടു ടേക്ക് ദി ഹെൻ എവേ. അങ്ങനെ ഫോക്സ് ഈ ഹെന്നിനെ ദൂരേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. സഡൻലി പെട്ടെന്ന് ഹി ലോസ്റ്റ് ഹിസ് ബാലൻസ് ആൻഡ് ഫെൽ ഇൻ ടു ബിഗ് ഹോൾ. അതിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ട് ഒരു വലിയൊരു ഹോളിലേക്ക് വീണു. ദ ഹെൻ ഗോട്ട് എ ചാൻസ് ടു എസ്കേപ്പ് വെൻ ദ ഫോക്സ് ഫെൽ ഇൻ ടു ദി ഹോൾ. അങ്ങനെ ഈ ഒരു ഹോളിലേക്ക് വീണ സമയത്ത് ഹെന്നിന് രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് കിട്ടി. ഷീ ക്വിക്ക്ലി മൂവ്ഡ് അവേ ഫ്രം ദി ഫോക്സ് ആൻഡ് വെൻറ്റ് ടു എ സേഫ് പ്ലേസ്. അങ്ങനെ ഈ ഒരു കുറുക്കനിൽ നിന്നും ഓടി ഒരു സുരക്ഷിതമായിട്ടുള്ള പ്ലേസിലേക്ക് പോയി. ദ ഹെൻ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഷീ ഹാഡ് എസ്കേപ്ഡ് ഫ്രം ദി ഫോക്സ്. അങ്ങനെ ഫോക്സിൽ നിന്ന് രക്ഷപ്പെട്ട ഹെന്ന് ഭയങ്കര ഹാപ്പിയായി. ഓ ഗോഡ് ഐ ആം സേഫ്. ഗോഡ് ദൈവമേ ഞാനിപ്പോൾ സേഫാണ്. ഷീ സെഡ് ഹാപ്പിലി. അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ഇത്രയുമാണ് നാം കഥ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു കഥേനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സെൻറ്റൻസ് ആക്കി എഴുതാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എക്സാക്റ്റ് ഈ സെയിം ക്വസ്റ്റ്യൻ വരില്ല. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇതേപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ എക്സാം ഈസി ആയിട്ട് തോന്നും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മൾ നെക്സ്റ്റ് ഏത് സബ്ജക്റ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യണേ. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. ദാറ്റ്സ് ഓൾ. താങ്ക് യു.